ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളായി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, കറക്റ്റ് പറയാനാണെങ്കിൽ 1 മാസമായി. എന്താ അപ്ലോഡ് ചെയ്യാഞ്ഞത് എന്നൊക്കെ ഞാൻ വഴിയേ പറയാം. എന്തായാലും ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് മീൻസ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് 20th of September. അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. സമയം പറയാനാണെങ്കിൽ വൈകുന്നേരം 5 മണിയായിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ബർത്ത്ഡേ കഴിയാൻ നേരമാണോ ബർത്ത്ഡേ കേക്ക് സെറ്റ് ചെയ്യുന്നത് എന്ന്. ഇത് ആക്ച്വലി ഇന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേക്കല്ല, ഞാൻ നെക്സ്റ്റ് ഡേ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അടുത്ത ദിവസം 2 ഫ്രണ്ട്സ് വീട്ടിൽ വരും. അപ്പോൾ അവർ വരുമ്പം കേക്ക് കട്ട് ചെയ്യാന്നൊക്കെയാണ് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഒന്നും കേക്കൊന്നും സെറ്റ് ചെയ്യാഞ്ഞത്. പിറ്റേ ദിവസത്തേക്കല്ലേ, അപ്പോൾ രാത്രിയൊക്കെ ചെയ്താൽ പോരേന്നൊക്കെയായിരുന്നു മനസ്സിൽ. പക്ഷെ വൈകുന്നേരം ആയപ്പോൾ പ്ലാൻ മാറി. ബർത്ത്ഡേ 20-നാണെങ്കിലും 21-നാണല്ലോ നമ്മൾ കേക്ക് കട്ട് ചെയ്യുക. അപ്പോൾ കേക്കിന്റെ പിക്ചർ എന്തായാലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടും. അപ്പോൾ 21-നാണ് എനിക്ക് വിഷസും കാര്യങ്ങളൊക്കെ കിട്ടുക. കഴിഞ്ഞ ബർത്ത്ഡേയും ഇങ്ങനെ തന്നെയായിരുന്നു. 20th ഞാൻ ഒന്നും പോസ്റ്റ് ചെയ്തില്ല. 21st-നാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അന്നാണ് എനിക്ക് ബർത്ത്ഡേ വിഷസ് ഒക്കെ കിട്ടുന്നത്. അപ്പൊ പിന്നെ ഇന്ന് വൈകുന്നേരം തന്നെ ഒന്ന് കേക്ക് സെറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊരു കോമഡി എന്താന്ന് വെച്ചാൽ, കേക്കിന്റെ ഡിസൈൻസ് കാര്യങ്ങളൊന്നും ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചില്ല. സാധാരണ ഒരു 2 ആഴ്ച മുന്നെയെങ്കിലും, ബർത്ത്ഡേന്റെ 2 ആഴ്ച മുന്നെയെങ്കിലും ഈ കേക്കിന്റെ ഡിസൈൻ ഏകദേശം ഇങ്ങനെ വേണമെന്നൊക്കെ പിൻട്രസ്റ്റിലൊക്കെ റെഫർ ചെയ്ത് ഞാൻ സെറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഈ ബർത്ത്ഡേക്ക് എന്തോ ആ ഒരു ഉന്മേഷം ഉത്സാഹം ഒന്നുമില്ല. എന്തായാലും പ്ലാനും മാറി, പെട്ടെന്ന് കേക്കും ചെയ്യണം. അതുകൊണ്ട് ഏതോ ഒരു ഡിസൈൻ കണ്ടു, കുഴപ്പമില്ല, വേഗം ചെയ്യാൻ പറ്റും തോന്നിയ ഡിസൈൻ എടുത്ത് ചെയ്തു. ഒരു ക്യാൻഡിൽ മാത്രമാണ് ഞാൻ ആദ്യം വെച്ചത്. പക്ഷെ അത് അത്ര ഒരു ഭംഗി തോന്നാത്തതുകൊണ്ട് ഞാൻ 4 വെച്ചു കൊടുത്തു. എന്നിട്ട് ക്യാൻഡിൽ കത്തിച്ച് 2 ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ഉണ്ടായത്. എന്താണെന്നറിയില്ല, പണ്ടത്തെ പോലെയുള്ള ഒരു എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊന്നും ഈ ഒരു ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്നില്ല. അതെന്താന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ നമ്മുടെ കേക്ക് കട്ട് ചെയ്യേണ്ട സുദിനം വന്നെത്തിയിട്ടുണ്ട്. ഇത് രാവിലെ ഞാൻ ആസ് യൂഷ്വൽ കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന്റെ കൂടെ മെസ്സേജ് കാര്യങ്ങൾക്കൊക്കെ റിപ്ലൈയും കൊടുക്കുകയാണ്. ഈ ഒരു ബർത്ത്ഡേക്കാണ് എനിക്ക് ഇത്രയും വിഷസ് കിട്ടിയത്. ആക്ച്വലി ഞാൻ ഇത്രയും വിഷസ് ഒന്നും കിട്ടുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ യൂട്യൂബ് ഫാമിലിയിൽ നിന്നാണ് കുറേ പേര് ടെക്സ്റ്റ് ചെയ്തത്. എല്ലാവർക്കും ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക് യു. പിന്നെ പറയാൻ വിട്ടുപോയി, ഞാനൊരു iPad വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലാപ്ടോപ്പും എടുത്തിട്ടുണ്ട്. ഏകദേശം 1 മാസം ആവാനായി. ഞാനിപ്പോൾ പഠിക്കുന്ന കോഴ്സിന് ലാപ്ടോപ്പ് നിർബന്ധമാണ്. അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടി പോയ സമയത്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് ഈ ഒരു iPadഉം കൂടെ എടുത്തത്. എൻ്റെ ഒരു കുറേ കാലമായിട്ടുള്ള ഒരു ഡ്രീം ആയിരുന്നു iPad. ഇനിവേ ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഇവിടെ എത്തും. അതിൻ്റെ മുന്നേ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റ് ആവണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രസമില്ലാത്ത ബർത്ത്ഡേ. രസമില്ലാന്ന് വെച്ചാൽ എന്തായാലും ഒരു നോർമൽ ഡേ തന്നെ. പക്ഷേ ഭയങ്കര ബോറിംഗ് ഡേ. എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണ്ടേ, എന്തെങ്കിലുമൊക്കെ ഒരു മൂഡ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാട്ടൊക്കെ വെക്കാന്നൊക്കെ വിചാരിച്ച് ഒരു സോങ് ഒക്കെ വെക്കുകയാണ്. ഇനി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞാൽ മെയിനായിട്ട് വരുന്നൊരു കാര്യമാണ് ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. ഈ ഒരു ബർത്ത്ഡേൻ്റെ ഔട്ട്ഫിറ്റ് ആണെങ്കിലും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ബർത്ത്ഡേൻ്റെ തലേ ദിവസം, അതായത് 19th ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പം എന്തെങ്കിലും ഒരു പുതിയ ഡ്രസ്സ് ഇടണം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അടുത്തുള്ളൊരു ഷോപ്പ് പോയപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട് എടുത്ത ടോപ്പൊന്നും അല്ല ഇത്. പക്ഷെ അവിടെ വെച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നിയ ടോപ്പ് ഇതായിരുന്നു. അപ്പോൾ ഇത് വാങ്ങിച്ചു. ബോട്ടമായിട്ട് ഞാനൊരു സ്കേർട്ടാണ് ഇടുന്നത്. ആ സ്കേർട്ട് കുറേ മുന്നേ ഞാൻ മാക്സിൽ നിന്ന് വാങ്ങിച്ച സ്കേർട്ടാണ്. നമ്മുടെ സ്ട്രോബെറി വ്ളോഗിലല്ല, വാട്ടർമെലൺ വ്ളോഗിൽ ഞാൻ ആ ഒരു സ്കേർട്ട് ഇട്ടിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഇനി വീണ്ടും ആസ് യൂഷ്വൽ നമ്മൾ ആദ്യം ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് അലോവേര ജെല്ല്, BB ക്രീം, കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്, ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട്, അത്ര തന്നെ. ഇനിയിപ്പോൾ നമ്മുടെ ഫസ്റ്റ് പറഞ്ഞ കാര്യം, എന്താണ് 1 മാസം ബ്രേക്ക് എടുത്തതെന്ന് ചോദിച്ചവരോട്, ഞാൻ ബ്രേക്ക് എടുക്കണമെന്ന് വിചാരിച്ച് എടുത്തതല്ല. ഒരു 3 ദിവസം ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് 1 മാസത്തേക്ക് നീണ്ടുപോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് ക്ലാസ് പോയി. ക്ലാസ്സിൽ വേറെ വർക്കും കാര്യങ്ങളൊക്കെ തന്നു, പ്രൊജക്റ്റൊക്കെ തന്നപ്പം എനിക്ക് യൂട്യൂബിലേക്ക് വീഡിയോ എടുക്കേണ്ടതിനെ പറ്റിയൊന്നും ശ്രദ്ധിക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. എൻ്റെ മുന്നേയുള്ള വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം, ഞാൻ കറക്റ്റായിട്ട് നെയിൽ പോളിഷൊക്കെ ഇട്ട് പോകുന്ന ആളാണ്. പക്ഷെ എൻ്റെ സ്പെഷ്യലായിട്ട് എൻ്റെ ഒരു ഡേ എന്ന് പറയുന്ന ദിവസമാണ് ബർത്ത്ഡേ. പക്ഷെ അന്ന് ഞാൻ നെയിൽ പോളിഷ് ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഒട്ടും എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ബർത്ത്ഡേ ആയിരുന്നു ഇത്. റെഡി ആയിട്ടുണ്ട്, പക്ഷെ ഫ്രണ്ട്സ് എത്തിയില്ല. ആ ഒരു സമയത്ത് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. നോക്കുമ്പോൾ ഇത്രയും നേരം ഞാൻ എന്താണോ പറഞ്ഞത് ആ സെയിം കാര്യമാണ് അതിൽ പറഞ്ഞത്. അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് വിട്ടു. അപ്പോൾ ഇതാ നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ് എത്തിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് 2 പേരാണ് വന്നിട്ടുള്ളൂ. ബാക്കി 2 പേർക്ക് വരാൻ പറ്റിയില്ല. ഓൾസോ ഇതെൻ്റെ ഫസ്റ്റ് ടൈം
ടൈമാണ് എനിക്കിങ്ങനെ ഫ്രഷ് ഫ്ലവർ ബൊക്കെയൊക്കെ കിട്ടുന്നത്. സാധാരണ ഞാൻ എൻ്റെ ബർത്ത്ഡേൻ്റെ തലേ ദിവസം എന്തെങ്കിലും ഒരു ഫ്ലവേഴ്സ് 2 റോസാപ്പൂവെങ്കിലും വാങ്ങി വെക്കുന്നതാ. ദിസ് ടൈം ഞാൻ അതും ചെയ്തില്ല. അതുപോലെ തന്നെ എൻ്റെ ഒരു 20th ബർത്ത്ഡേ തൊട്ട് എൻ്റെ ഈ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേസൊക്കെ സ്പെൻഡ് ചെയ്യാറ്. അപ്പം നമ്മുടെ 3 വർഷത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഏകദേശം ഇങ്ങനെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് 3 വർഷത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ജസ്റ്റ് കുറച്ച് ക്ലിപ്സ് ഇട്ടാലോ എന്ന് അങ്ങനെ ആഡ് ചെയ്തതാണത്. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോൾ കുറച്ച് സങ്കടവും സന്തോഷവും ഒക്കെ വന്നു. ഒന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്, അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ ആണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ. എന്തായാലും നമ്മളെ കറങ്ങി തിരിഞ്ഞ് ഇന്നത്തെ ബർത്ത്ഡേയിലേക്ക് എത്തിയിട്ടുണ്ട്. ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യുമ്പം കാണുമ്പം ഒരു ബാക്ക്ഗ്രൗണ്ട് വേണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് ആ ബലൂണും ലൈറ്റും ലാമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക്. ഇന്നലെ നമ്മൾ ജസ്റ്റ് ഒന്ന് കത്തിച്ച് വീഡിയോ അല്ല ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇട്ട അതേ കേക്കാണിത്. ഈ ഒരു ക്യാൻഡിൽ ഭയങ്കര പെട്ടെന്ന് കത്തിത്തീരുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഒരു ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാനും പറ്റുന്നില്ല. ഇതിൻ്റെ മുന്നേ കുറച്ച് എന്തെങ്കിലും ഒരു തംബ്നെയിലിന് കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്ന് വിചാരിച്ചെങ്കിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് ഇത് കത്തിത്തീരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 23rd ബർത്ത്ഡേൻ്റെ കേക്ക് ഇതാ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് 23 വയസ്സായി ഗൈസ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു 23 എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയൊരു ഏജ് ആയിരുന്നു എനിക്ക് ചെറുപ്പത്തിലൊക്കെ. പക്ഷേ ഇപ്പം അതൊന്നും ഒരു വലിയ വയസ്സായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് അൺറാപ്പ് ചെയ്യാം. ഇത് കോമഡിയാണ്. കോമഡി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് എന്നെക്കാട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഉള്ളത്. അവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഭയങ്കര സെലിബ്രേഷനാണ് ബാക്ക്ഗ്രൗണ്ടിൽ. എനിക്ക് അത്ര ഇതില്ലെങ്കിലും ബാക്കിൽ ഭയങ്കര സെലിബ്രേഷനാണ്. അപ്പോൾ ഇതാണ് ഒരു ഫോട്ടോ ഫ്രെയിം. ആദ്യത്തെ നോട്ടത്തിൽ ഒരു സ്റ്റാറി നൈറ്റ് തീമിൽ എൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെയാണ് അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ട്വിസ്റ്റ് മനസ്സിലാക്കിയത്. ഞങ്ങൾ രണ്ടാളെ ഒരു ഫോട്ടോ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയോ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബർത്ത്ഡേസിലൊക്കെ ഞങ്ങൾ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റിനെയാണ് പ്രോത്സാഹിപ്പിക്കാറ്. ഇപ്പോഴാണെങ്കിൽ പണ്ടത്തെ പോലെ സമയം കിട്ടുന്നില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പലരും പല വഴിക്കായി. എന്നാലും കിട്ടുന്ന ചാൻസിലൊക്കെ ഞങ്ങൾ സമയമൊക്കെ കണ്ടെത്തി മീറ്റ് ചെയ്യാറുമുണ്ട്. പിന്നെ എപ്പോൾ മീറ്റ് ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു റീൽസ് എടുക്കണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഡാൻസ് റീൽസൊക്കെ ചെയ്യാറുണ്ട്. ആക്ച്വലി എവിടെയും പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല, വെറുതെ ഒരു ഫോർ എ മെമ്മറി. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരുന്നു. അങ്ങനെയൊക്കെയാണ് അന്നത്തെ എൻ്റെ ഒരു ദിവസം ഞാൻ സ്പെൻഡ് ചെയ്തത്.
പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആവാനായപ്പോൾ അവർ പോയിട്ടുണ്ട്. ഇത് രാത്രിയാണ്, അന്നത്തെ ദിവസം രാത്രിയാണ്. നമുക്ക് ഫ്ലവേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇപ്പം എന്തിനും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിർബന്ധം. അതുപോലെ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ റൂമിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ഞാൻ ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഞാനിങ്ങനെ വീഡിയോസിലും വ്ളോഗിലൊക്കെ ഇങ്ങനെ ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ വാങ്ങി റൂമിൽ സെറ്റ് ചെയ്യുന്നൊക്കെ കാണുമ്പം എന്ത് രസമാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അടുത്തൊന്നും അങ്ങനെ ഫ്ലവർ ഷോപ്പ് ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ എവിടെയെങ്കിലും പോയി വരുമ്പോൾ ഒക്കെ എന്താ അത് വാങ്ങി വെക്കാനുള്ളൊരു മൂഡ് ഉണ്ടാവില്ല. അപ്പം ഇതുവരെ ഞാനിങ്ങനെ ചെയ്തില്ല. എപ്പോഴെങ്കിലും ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫ്ലവേഴ്സ് ഇട്ട് വെക്കാൻ ഫ്ലവർ വേസ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിലിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളത്തിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ സാധാരണ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. റൂമിൽ ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു ആംബിയൻസേ മാറി. ഒരു കോസി വൈബായി. നല്ലൊരു രസം തോന്നി. ഇനി നമുക്ക് വർക്ക് ചെയ്യാനുള്ള സമയമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് വർക്കും പ്രൊജക്ട്സ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ഫിലിം ഗ്രൂപ്പ് വർക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നതാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ഐപാഡിലാണുള്ളത്. അതൊന്ന് A4 ഷീറ്റിലേക്ക് മാറ്റി എഴുതേണ്ടതുണ്ട്. അത് എഴുതിക്കൊണ്ടിരിക്കുക. അതൊക്കെ ചെയ്തിട്ട് അന്നത്തെ ദിവസം ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി വീഡിയോസൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നതായിരിക്കും. കുറേ പേര് എന്താ വീഡിയോസ് ഇടാത്ത, ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ച് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓക്കെ ആണ്. ഇനി വീഡിയോസൊക്കെ ഞാൻ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാം. അതുപോലെ ജേർണലിംഗ് സീരീസ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കുറേ പേര് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ഡെയിലി ഒരു ഷോർട്സ് എങ്കിലും ഇനി കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.